നമസ്കാരം. ജനാധിപത്യം നിലനിൽക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. കഴിഞ്ഞ 10 വർഷമായി ഈ രാജ്യം ഭരിക്കുന്നത് BJP ആണ്. ഇനി ഉടൻ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാമതും BJP അധികാരത്തിൽ എത്തുമെന്ന കാര്യത്തിൽ കോൺഗ്രസിന് പോലും തർക്കമില്ലാത്തതുകൊണ്ടാണ് കേവല ഭൂരിപക്ഷം കിട്ടാനുള്ളത്രയും സീറ്റിൽ പോലും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് മത്സരിക്കാത്തത്. അത്രമാത്രം ദുർബലമാണ് പ്രതിപക്ഷം, അത്രമാത്രം ശക്തമാണ് BJP. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ സംരക്ഷിക്കാനും അത് നിലനിർത്താനുമുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടത് BJP ആണ്. നിർഭാഗ്യവശാൽ ഇത്രയേറെ ഭൂരിപക്ഷമുണ്ടായിട്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വരും എന്ന് ഉറപ്പായിട്ടും ആ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടും ജനാധിപത്യത്തെ ഭയക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, കുറുക്കുവഴികളിലൂടെ പണം സമ്പാദിക്കുന്ന നീക്കങ്ങളൊക്കെ BJPയുടെ അന്തസ്സിനെയാണ് ബാധിക്കുന്നത്. ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിപൂർണമായി നീതിയുക്തമാവേണ്ടതും ഒരു പാർട്ടിയോടും കൂറില്ലാത്തവർ ആവേണ്ടതുമാണ്. അതുകൊണ്ടാണ് ഭരണഘടനാപരമായ പ്രത്യേക അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടാൽ സർക്കാരിനേക്കാൾ ശക്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പ്രധാനമന്ത്രിയായും പ്രസിഡന്റായും ഒക്കെ അവർക്ക് പ്രവർത്തിക്കാം. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനുള്ള അധികാരം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കൈമാറുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കണം എന്ന ജനാധിപത്യ മര്യാദ അട്ടിമറിച്ച് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി പകരം ആഭ്യന്തരമന്ത്രിയെ ചേർത്തതോടെ ഭരിക്കുന്ന പാർട്ടി നിശ്ചയിക്കുന്ന ആളായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗമാവുക. ഒരു കമ്മീഷൻ അംഗം റിട്ടയർ ചെയ്യുകയും മറ്റൊരാൾ ഭിന്നതയെ തുടർന്ന് രാജിവെക്കുകയും ചെയ്തപ്പോൾ ഞൊടിയിടയിലാണ് ഇന്നലെ 2 പേരെ തെരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമാണ് എന്ന് പറയുക പ്രയാസമാണ്. ഭരിക്കുന്ന പാർട്ടിയോട് കൂറു പുലർത്തുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കൂട്ടം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരാവുകയും രാജ്യത്തെ തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിക്കുകയും ചെയ്താൽ എങ്ങനെയാണ് ഫെയർ ഇലക്ഷൻ ഉറപ്പാക്കാൻ കഴിയുക? അതിന് സമാനമായ മറ്റൊരു തെറ്റാണ് ഇലക്ടറൽ ബോണ്ടിലെ ദുരൂഹത. 2018 കൂടുതൽ സുതാര്യമാക്കാൻ എന്ന പേരിൽ ഏത് കമ്പനിക്കും ഏത് വ്യക്തിക്കും 1 ലക്ഷമോ 10 ലക്ഷമോ 1 കോടിയോ മൂല്യമുള്ള ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങാം എന്ന നിയമം കൊണ്ടുവരുന്നു. SBIക്ക് മാത്രമാണ് ഈ പ്രോമിസറി നോട്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം. 1 ലക്ഷം രൂപയുടെയോ 10 ലക്ഷം രൂപയുടെയോ 1 കോടി രൂപയുടെയോ എത്ര ബോണ്ടുകൾ വേണമെങ്കിലും ആർക്കും വാങ്ങാം. ഇങ്ങനെ വാങ്ങുന്ന ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കാം. ഈ ബോണ്ടിൽ പണം സംഭാവന കൊടുക്കുന്നവരുടെ പേര് വിവരം ഉൾപ്പെടുത്തില്ല. വളരെ ദുരൂഹമായി കള്ളപ്പണം അടക്കമുള്ളവ വെളുപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു എളുപ്പ വഴി. എന്ന് മാത്രമല്ല, ഈ പണത്തിന് നികുതി ഇളവ് നൽകും. അതായത് ഒരു കമ്പനിയോ ഒരു വ്യക്തിയോ രാജ്യത്തിന് കൊടുക്കേണ്ട നികുതി രാഷ്ട്രീയ പാർട്ടികൾക്ക് വളഞ്ഞ വഴിയിലൂടെ കൊടുക്കാൻ അവസരമൊരുക്കി കൊടുക്കുന്നു. ഇവരുടെ വിവരങ്ങൾ പുറത്തുവിടരുതേ എന്ന നിബന്ധനയാണ് സുപ്രീം കോടതി എടുത്തു കളഞ്ഞതും SBIയോട് വിവരം വെളിപ്പെടുത്താൻ പറഞ്ഞതും. SBI ആ വിവരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവരൊക്കെ ഇലക്ട്രൽ ബോണ്ടുകൾ ആർക്കാണ് സംഭാവനയായി കൊടുത്തത് എന്നതിന് വിശദാംശങ്ങൾ ലഭ്യമല്ല. എന്നാൽ ആകെ ലഭിച്ച പണത്തിന്റെ പകുതിയും BJPക്ക് കിട്ടിയിട്ടുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു. സ്വാഭാവികമായും രാജ്യം ഭരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ അവർക്ക് തന്നെയായിരിക്കും കൂടുതൽ സംഭാവന കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ മുത്തൂറ്റ് ജോർജ് ഗ്രൂപ്പ്, ചുവന്ന മുത്തൂറ്റ്, കിറ്റക് സാബുവുമൊക്കെ ഇങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിയവരുടെ ലിസ്റ്റിലുണ്ട്. ഇവരൊക്കെ BJPക്ക് തന്നെയാണോ കൊടുത്തത് അതോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാണോ എന്ന് നിശ്ചയമില്ല. എന്തായാലും 30 ലക്ഷം രൂപ കിറ്റക് സാബു CPMന് സംഭാവന കൊടുത്തു എന്നതിന് പേരിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ സാബു കോടിക്കണക്കിന് രൂപയുടെ ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങി ഏതൊക്കെയോ രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരുപക്ഷെ BJPക്ക് ആവാം സംഭാവന കൊടുത്തു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അതോ തെലങ്കാനയിലെ BRSനാണോ എന്ന് വ്യക്തമല്ല. അതിനെ സ്വാഭാവിക പ്രക്രിയയായി മാത്രമേ കാണേണ്ടതുള്ളൂ. ഈ നാട്ടിലെ ഒരു സംരംഭകർ ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല. രാഷ്ട്രീയ പാർട്ടികൾ മുമ്പോട്ട് പോകണമെങ്കിൽ അവർക്ക് സംഭാവന കിട്ടിയേ മതിയാവൂ. എന്നാൽ കളങ്കിതരായ കച്ചവട സ്ഥാപനങ്ങൾ സംഭാവന കൊടുക്കുമ്പോൾ, അവർക്കെതിരെയുള്ള അന്വേഷണത്തിൽ ഇളവ് വരുമ്പോൾ, അവർക്ക് അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാൻ അവസരം കൊടുക്കുമ്പോൾ അത് തെറ്റായി മാറുന്നു. ഏറ്റവും അധികം ഇലക്ടറൽ ബോണ്ടുകൾ വാങ്ങിയത്
എന്നാൽ 1360 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയത് സാന്റിയാഗോ മാർട്ടിൻ എന്ന ലോട്ടറി രാജാവാണ്. നമുക്കറിയാം, കേരളത്തിൽ അടക്കം ഓൺലൈൻ ചൂതാട്ടം നടത്തി പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുന്ന ഒരു ലോട്ടറി തലവനാണ് സാന്റിയാഗോ മാർട്ടിൻ. രാജ്യത്തെ വിവിധ കോടതികളിൽ മാർട്ടിനെതിരെ കേസൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതാതിടങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളെ സുഖിപ്പിച്ചുകൊണ്ട് മാർട്ടിൻ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞുപോയി. പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് കാരണമായ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സായി മാർട്ടിൻ മാറി എന്ന ആരോപണം അക്കാലത്ത് ഉയർന്നു വന്നിരുന്നു. ആരോപണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് CPM നേതാവായ VS അച്യുതാനന്ദനുമായിരുന്നു. കൽക്കട്ട കോടതിയിൽ കൊണ്ടുപോയി സാന്റിയാഗോ മാർട്ടിനെതിരെ ഒരു കേസ് കൊടുത്തിട്ട് അത് പിൻവലിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയ ചില മാധ്യമ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ എല്ലായിടത്തും പേരുദോഷം കൽപ്പിച്ചിട്ടുള്ള ഒരാൾ ഏതാണ്ട് 1360 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്ന് കേൾക്കുമ്പോൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ആർക്കൊക്കെയാണ് അത് വീതം വെച്ചത് എന്നതാണ് കണ്ടെത്തേണ്ടത്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനി ഏതാണ്ട് 1000 കോടിയുടെ ബോണ്ട് വാങ്ങിയിരിക്കുന്നു. ദേശീയപാത നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരാറുകാരാണ് മേഘ കമ്പനി എന്നോർക്കണം. ഏതെങ്കിലും ഒരു പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്നത്, അവർ രാജ്യം ഭരിക്കുന്നവരാണെങ്കിലും സംസ്ഥാനം ഭരിക്കുന്നവരാണെങ്കിലും തെറ്റ് തന്നെയാണ്. ജനങ്ങളെ പിഴിയുന്ന കളങ്കിതരായ കച്ചവടക്കാർ ആർക്ക് സംഭാവന കൊടുത്താലും അതും തെറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന കമ്പനികൾ ഭരിക്കുന്ന പാർട്ടിക്ക് സംഭാവന കൊടുത്തെങ്കിൽ അത് നീതി നിയമവാഴ്ചയെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. ഇവരൊക്കെ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുത്തെന്നും ആ രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്കൊക്കെ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നും അറിയേണ്ട അവകാശം പൗരന്മാർക്കുണ്ട്. ഈ വിവരങ്ങൾ പുറത്തുവിടാൻ SBI മടിച്ചത് തീർച്ചയായും കേന്ദ്ര സർക്കാരിനെ ഭയന്നാണ്. ഒടുവിൽ അത് പുറത്തു വരുമ്പോൾ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശുദ്ധമാകുന്നു. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, അത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാവട്ടെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാവട്ടെ, അവർ കളങ്കിതരായ കച്ചവടക്കാരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ, അതിനവർ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ്. സാന്റിയാഗോ മാർട്ടിൻ വാങ്ങിയ 1360 കോടിയും ഒരുപക്ഷെ പിണറായിക്ക് കൊടുത്തതല്ല എന്ന് നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. അതുകൊണ്ടായിരിക്കുമല്ലോ മാർട്ടിന്റെ പേരുച്ചരിക്കാൻ ദേശാഭിമാനിക്ക് പോലും ഭയമുള്ളത്. എന്തായാലും ജനാധിപത്യത്തെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. വളഞ്ഞ വഴികൾ BJP ഉപേക്ഷിക്കാൻ നേരമായിരിക്കുന്നു.